ഡിയേഴ്സ്, മിക്ക സ്ത്രീകൾക്കും അവരുടെ മുലകൾ കടിക്കുന്നതും അടിക്കുന്നതും ഒക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ പോൾ ഇട്ടപ്പോൾ 70% മേളിൽ വരുന്ന സ്ത്രീകൾ അത് ആഗ്രഹിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ അതെങ്ങനെ വേണം ചെയ്യാൻ, ഏത് സമയത്ത് വേണം അത് ചെയ്യാൻ, ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ടാട്ടോ. അപ്പോൾ മിക്ക സ്ത്രീകളുടെയും മുലകൾ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് ഭംഗിയായി വെക്കുക എന്നുള്ളത് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഭംഗിയായി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതായത് സാഗിങ് ഒക്കെ ചിലരിങ്ങനെ താന്ന് വരും, അങ്ങനെയുള്ള താന്ന് വരലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ സ്കിൻ കൂടുതലായിട്ട് നറിഷായിട്ട് ഭയങ്കര ഫുൾഫില്ലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടോ, അത് മാത്രമല്ല ചിലർക്ക് ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടോ, കൂടുതലും ജനറ്റിക് ആണല്ലേ ഇവരുടെ വളർച്ച, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ചെറുതായിരിക്കും, ചിലർക്ക് വലുതായിരിക്കും. എന്നാൽ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും അതിന് ഏറ്റവും നല്ല, ഇപ്പോൾ അവരുടെ വളർച്ച ഘട്ടത്തിലാണെങ്കിലും ഒക്കെ ചിലർക്ക് ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ട് ചുരുങ്ങിപ്പോൾ, ചിലർക്ക് ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ട് അവിടുത്തെ എന്താണ് മുലകളിൽ ചുരുങ്ങിപ്പോകും, അവിടുത്തെ മാമറി ഗ്ലാൻസ് എല്ലാം ചുരുങ്ങിയിട്ട് സാഗായിട്ട് നറിഷ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ഭംഗിയില്ലാണ്ട് കിടക്കും. എന്നാൽ അത് ഭംഗിയായി ഫുൾഫില്ലായിട്ട് നിങ്ങളുടെ ബ്രസ്റ്റ് എങ്ങനെയാണോ അതേപോലെ ഫുൾഫില്ലായിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. ഈസ്ട്രജൻ പ്രൊജസ്ട്രോണും ഒക്കെയാണ് നമ്മളുടെ എന്താണ് മുലകളുടെയും ശരീരത്തിൻ്റെയൊക്കെ ഭംഗിയൊക്കെ നിലനിർത്തുന്നത്. ഇപ്പോൾ യോനിയിലാണെങ്കിൽ നല്ലൊരു നനവൊക്കെ വരുത്താൻ വേണ്ടി ഈസ്ട്രജനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഭക്ഷണത്തിലൂടെയും ചില ഹെർബ്സിലൂടെയൊക്കെ ലഭിക്കാൻ വേണ്ടി സഹായിക്കും. അതിന് സഹായിക്കുന്നതാണ് ബ്രിസ്റ്റോക്കോൺ സിറപ്പ്, സർട്ടിഫൈഡ് ഉള്ള കേട്ടോ. ബ്രിസ്റ്റോക്കോൺ സിറപ്പും അതിൻ്റെ ക്യാപ്സൂളും ഉണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ചില ഹെർബ്സിൽ അതിൽ ഈസ്ട്രജനെ മിമിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ മിമിക്ക് ചെയ്യും. ബ്രസ്റ്റിൽ ഈസ്ട്രജൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ, അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ, ഡൈജസ്റ്റീവ് പ്രശ്നം, എന്ത് വേണ്ട സ്ത്രീകളുടെ ഹോർമോൺസ് ബാലൻസിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ബ്രിസ്റ്റോക്കോൺ സിറപ്പ്. ഇതിലെ ശതാവരി ഹോർമോൺ ബാലൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ മുലകളിലെ ബ്രസ്റ്റ് ടിഷ്യൂസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഈസ്ട്രജൻ റിസപ്റ്റേഴ്സിനൊക്കെ നാച്ചുറലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ സേഫ് മുസ്ലി ആണെങ്കിൽ ബ്രസ്റ്റിന് നല്ലൊരു ഷേപ്പ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഹാങ് ആവാതെ എന്താണ് ടിഷ്യൂൻ്റെ ബലമൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇതിൽ ചൗലായി ഫൈറ്റോ ഈസ്ട്രജനായിട്ട് മിമിക്ക് ചെയ്യുകയും നിങ്ങളുടെ ബ്രസ്റ്റ് ടിഷ്യൂസിൻ്റെയൊക്കെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മിമിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഗിലോയ് നിങ്ങളുടെ വാത, പിത്ത, കഫ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് പിന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നല്ല രീതിയിൽ കൂട്ടാനും സാഗിങ് തടയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലാണെങ്കിൽ ഇത് ചിരൈത്ത എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് പ്യൂരിഫയർ ആണ്. നിങ്ങളുടെ ടോക്സിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഓക്സിഡേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നിങ്ങളുടെ ബ്രസ്റ്റിലും ബോഡി ഫുള്ളായിട്ട്, ഒരു സ്ഥലത്ത് മാത്രമായിട്ടല്ല ഇതൊന്നും നമുക്ക് കിട്ടും, ഫുൾ ബോഡിയിൽ കിട്ടും. അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതന്നെ കേട്ടോ. ഇത് ഭൂയി അമ്ല എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലിവറിനെ റിജുനേറ്റ് ചെയ്യും, മെറ്റബോളിസം കൂട്ടുകയും ഈസ്ട്രജൻ്റെ മെറ്റബോളിസം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിനായിട്ടുള്ള ടിഷ്യൂ ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലസ നിങ്ങളുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, ന്യൂട്രീഷനൊക്കെ അബ്സോർബ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ന്യൂട്രീഷനൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ പ്രോപ്പർ ഡയറ്റും എക്സസൈസും ഒക്കെ കൂടി തന്നെ ഇതും കൂടി കഴിക്കുകയാണെങ്കിൽ കൂടെ ഈസ്ട്രജനൊക്കെ ഭയങ്കര ഈസ്ട്രജൻ തെറാപ്പിയൊക്കെ എടുക്കുന്ന ആൾക്കാരില്ലല്ലോ. അപ്പോൾ അത് ഹെർബ്സ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് വളരെ മനോഹരമായിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കും. അല്ലാണ്ട് വലുതായി എക്സ്ട്രാ വളർന്ന് ഇതൊക്കെ ആക്കണമെങ്കിൽ സർജറി തന്നെ വേണം. ഉള്ളതിന് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടും റിച്ച് ആയിട്ട് വെക്കുക. ഈസ്ട്രജൻ കുറവ് സാഗിങ് ഭയങ്കര ചുരുങ്ങിപ്പോകും എന്താണ് മുലകൾ, അതിനെ ഫുൾഫിൽ ചെയ്ത് ബ്യൂട്ടിഫുള്ളാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഓക്കെ, മറ്റു പ്രൊഡക്റ്റുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താ വെച്ചിട്ട്, മറ്റൊക്കെ ആണെങ്കിൽ കെമിക്കൽസും അല്ലെങ്കിൽ ഹോർമോൺസ് ഈസ്ട്രജനൊക്കെ കൂടാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം നാച്ചുറലായിട്ടാണ്. അത് മാത്രമല്ല 2-3 മാസത്തെ ഉപയോഗത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വിസിബിൾ ആവുകയും ചെയ്യും. സിറപ്പ് 10-15 ml 2 നേരം ഭക്ഷണശേഷം കഴിക്കുക. അതുപോലെ തന്നെ ഇത് 2 ക്യാപ്സൂൾ രാവിലെ വൈകുന്നേരമായിട്ട് കഴിക്കണം. ഓക്കെ, നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇതിലൂടെ കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നമ്മൾ ടിറ്റ് സ്ലാപ്പിങ്ങിനെ പറ്റിയിട്ടൊന്നും അല്ല സംസാരിക്കാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെറ്റിഷാണ്. ഭയങ്കര എന്താ പറയുക, സാഡിസ്റ്റൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീനെ വളരെ വേദനിപ്പിച്ച് അവരെ ഇതാക്കുക. ചിലപ്പോൾ അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവും, എന്നാലും ആ ഒരു ലെവലിലുള്ള അടിയോ അല്ലെങ്കിൽ മുലയ്ക്ക് കൊടുക്കുന്ന അടിയോ കടിയെ പറ്റിയിട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത് നമ്മൾ. മിക്ക സ്ത്രീകൾ ഇപ്പോൾ എന്താ പറയുക, അവരുടെ ക്രിസരി അല്ലെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഉത്തേജിപ്പിക്കുമ്പോൾ അവർക്ക് നല്ല ഹാപ്പി ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ബ്രെയിന്. അതേ അവസ്ഥ തന്നെ മുലകളിൽ ഉത്തേജിപ്പിക്കുമ്പോൾ അവർക്ക് ആറോസിലോ ആ ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുലകളിൽ തൊടുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഒക്കെ അവർക്ക് ആ ഓക്സിറ്റോസിൻ നല്ല രീതിയിൽ റിലീസാകാൻ ഒരു അമ്മ ഫീഡ് ചെയ്യുമ്പം എന്താണ് ഓക്സിറ്റോസിൻ ഭയങ്കര ഹാപ്പി ഹോർമോൺസ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ എന്നാൽ ആ ഒരു
ഡിസയർ ആയിരിക്കില്ലേ ഒരു പുരുഷൻ ചെയ്യുന്ന സമയത്ത് അത് സെക്ഷുവൽ ഡിസയർ ആയിരിക്കും കൂടുതലായിട്ട് ഉണരുക. അപ്പോൾ അതേ ഒരു ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും പറ്റുന്നുണ്ട്. അതിനാൽ തന്നെ ആദ്യം തന്നെ പോയിട്ട് തല്ലോ അല്ലെങ്കിൽ പിഞ്ച് ചെയ്യോ അല്ലെങ്കിൽ വേദന എടുക്കുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേദന മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ നിന്ന് ഒരു തരത്തിലുള്ള സ്റ്റിമുലേഷനും കിട്ടത്തില്ല. പിന്നെ ഫസ്റ്റ് എന്നാൽ കൺസെൻറ്റ് ഇമ്പോർട്ടൻറ്റ് എന്നാൽ അവർക്കിങ്ങനെ ചെയ്യുന്ന ഇഷ്ടം. ചില സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ല, സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഇഷ്ടം. ചില സ്ത്രീകൾക്ക് അടിക്കുന്നതും ഇതൊക്കെ. പക്ഷേ എപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾ ആദ്യം തന്നെ അവരെ എന്താണ് ഉത്തേജിപ്പിക്കുക, വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുകയും നിപ്പിലൊക്കെ ഭയങ്കര സോഫ്റ്റ്, അത്രയധികം നെർവ് സെൻസിറ്റീവായിട്ടുള്ള ഭാഗ്യമാണല്ലേ. അപ്പോൾ അതിന് ഉണർത്തുക എന്നുള്ളത്. അപ്പോൾ ആ ഹീറ്റ് കൂടി റോസലിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് അവർക്കിത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അത് സ്ലാപ്പിംഗ് ആണെങ്കിലും ചിലർ മുഖത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് വേ. അപ്പോൾ ഏത് ഫോഴ്സിലടിച്ചാൽ നോ പറയാനും, കുറച്ചധികം വേദനയായാൽ നോ പറയാനും പങ്കാളി പഠിക്കണം. അപ്പോൾ അവർ കറക്റ്റ് എങ്ങനെയായിരിക്കും, എത്ര അയച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ അത് റോങ് ആയിട്ട് ചെവിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താ. അപ്പോൾ അത് കറക്റ്റായിട്ട് അതേപോലെ തന്നെയാണ് മുലകൾ ചെയ്യുമ്പോഴും വളരെയധികം വെച്ചാൽ ശരിക്കും അതെന്താ കുട്ടീനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗനാണല്ലേ. അപ്പോൾ അതിൻ്റെ ഹാം ആവുന്ന ലെവലിലൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ ചില സ്ത്രീകൾ അതിൻ്റെ കമ്മലുകളും റിങ്ങുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവരത് സ്ലാപ്പ് ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഹർട്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആദ്യം അത് റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ അത് എന്താണ് അങ്ങനെയുള്ളവർ തല്ലാതിരിക്കുകയായിരിക്കും കൂടുതൽ. അത് അവർക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോർമലാണോ എന്ന് പലരും ചോദിച്ചാൽ നോർമൽ തന്നെയാണ്. ചെറുതായിട്ട് സ്ലാപ്പ് ചെയ്യുന്നതോ അടിക്കുന്നതൊന്നും അതൊരു ഫാൻറ്റസി മാത്രമായിട്ടാണ് കാണുന്നുള്ളൂ. ഫിറ്റിഷും അതേപോലെ സാഡിസും ഒക്കെ അതിലും ക്രൂരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ എത്തപ്പെടാണ്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ അതൊരു വേറെ തന്നെ കാറ്റഗറിയാണ്. അത് അവരുമായിട്ടേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. ഇപ്പോൾ സാധാരണ ഒരു ലൈംഗികതയിലേക്ക് വരുമ്പോൾ നിങ്ങളിത് കൺസെൻറ്റ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവർക്ക് എങ്ങനെയാണ് ഏത് ഫോഴ്സിൽ എങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നത് മനസ്സിലാക്കി ചെയ്യുന്നത് നോർമലാണ്, ഒരു ഫാൻറ്റസി മാത്രമാണ്. ചിലർ ഗ്രിസരിയിലൊക്കെ തൊടുന്നതിനോ അല്ല അതിലും കൂടുതലായിട്ടൊക്കെ എന്താണ് ഈ അവരുടെ നിപ്പിളിൽ തൊടുമ്പോൾ അവർക്ക് എർപ്പസൽ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ഈ പങ്കാളിനെ ഫീഡ് ചെയ്യുമ്പോൾ അവരോട് ഭയങ്കരമായിട്ടൊരു മാനസിക ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും. കാരണം സ്ത്രീകളിൽ എപ്പോൾ അമ്മ എന്നുള്ളൊരു വികാരമായിരിക്കും ഏറ്റവും മുകളിൽ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബേബി ആ ഒരു ഇതും കൂടി അവളുടെ മനസ്സിൽ വരാനുള്ള സ്വന്തം പാർട്ട്ണറായിട്ട് അവരോട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇത് വരും. അതൊരു മാനസിക ബോണ്ട് ഭയങ്കരധികം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ആ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന ആ ഒരു ഫീൽ മിമിക് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടീനെ കുടിപ്പിക്കുന്ന അതാണ്. ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാനും നിങ്ങളുടെ ബോണ്ട് ഭയങ്കര കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് വേയിൽ റൈറ്റ് ഫോഴ്സിൽ റൈറ്റ് ടൈമിൽ നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഉത്തേജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിക്കുവാണെങ്കിലോ കടിക്കുവാണെങ്കിലോ എന്താണെങ്കിലും ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബോണ്ട് ഭയങ്കരധികം കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇതൊക്കെ അവരെ നിപ്പിളിലൂടെ കിട്ടുന്ന ഒരു രുചിമൂർച്ചയിലെത്തിക്കാൻ വേണ്ടി സഹായിക്കും. നിങ്ങളുടെ പങ്കാളിക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് എന്താണ് മുലക്കണ്ണിലൂടെ രുചിമൂർച്ച കിട്ടിയിട്ടുണ്ട്, അതായത് ശരിക്കുള്ള ആ ഒരു രുചിമൂർച്ച ആസ്വദിച്ചിട്ടുണ്ട്. മിക്ക സ്ത്രീകൾക്കും കിട്ടുന്ന കാര്യം തന്നെയാണത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അടിക്കുകയോ കടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ലൈംഗിക തീർന്നു കിടന്നു. പക്ഷെ അതൊരു കഴിഞ്ഞിട്ട് ഒരു കെയർ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ അടിച്ചിട്ട് ചുവന്ന് വരുമോ അല്ലെങ്കിൽ അവർക്ക് അവിടെ വേദനയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഫ്റ്റർ കെയറായിട്ട് എന്തെങ്കിലും മോശമൊന്ന് തുടയ്ക്കുമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് ഇതാക്കുമോ അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ട് ആ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബോണ്ട് ഭയങ്കരധികം കൂട്ടാൻ വേണ്ടി സഹായിക്കും. ചുമ്മാ തല്ലിയിട്ട് മാത്രം പോകരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം ബൈ.